Welcome to the video Gerund and Infinitives. Uses of Infinitives and Gerund. Gerund ഫോമുകളുടെയും ഇൻഫിനിറ്റീവ് ഫോമുകളുടെയും പ്രത്യേകതകൾ, അവയുടെ ഉപയോഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. യൂസസ് ഓഫ് ദ ടു ഇൻഫിനിറ്റീവ്. ടു ഇൻഫിനിറ്റീവിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. ആസ് എ നൗൺ, ഒരു നൗണിനെ പോലെ ടു ഇൻഫിനിറ്റീവിന് പ്രവർത്തിക്കാൻ സാധിക്കും. സബ്ജക്റ്റ് ഓഫ് എ വേർബ്, ഒരു വേർബിൻ്റെ സബ്ജക്റ്റായിട്ട് ഒരു നൗണിനെ പോലെ പ്രവർത്തിക്കാൻ ടു ഇൻഫിനിറ്റീവിന് സാധിക്കും. എക്സാമ്പിൾ, ടു ട്രാവൽ ഈസ് എ ഫണി പാസ് ടൈം. ഈ സെൻറ്റൻസിൽ ഈസ് എന്നുള്ള വേർബിൻ്റെ സബ്ജക്റ്റ് ടു ട്രാവൽ എന്നുള്ള ടു ഇൻഫിനിറ്റീവ് വേർബ് ഫോമാണ്. ഓബ്ജക്റ്റ് ഓഫ് എ വേർബ്, ഒരു വേർബിൻ്റെ ഓബ്ജക്റ്റായിട്ടും ഒരു നൗണിനെ പോലെ ടു ഇൻഫിനിറ്റീവ് ഫോമുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. എക്സാമ്പിൾ, ഐ ലൈക്ക് ടു ട്രാവൽ. ഈ സെൻറ്റൻസിൽ ലൈക്ക് എന്നുള്ള വേർബിൻ്റെ ഓബ്ജക്റ്റാണ് ടു ട്രാവൽ എന്നുള്ള ടു ഇൻഫിനിറ്റീവ്. ഓബ്ജക്റ്റ് ഓഫ് എ പ്രിപ്പോസിഷൻ, ഒരു പ്രിപ്പോസിഷൻ്റെ ഓബ്ജക്റ്റായിട്ടും ടു ഇൻഫിനിറ്റീവിന് ഒരു നൗണിനെ പോലെ പ്രവർത്തിക്കാൻ സാധിക്കും. എക്സാമ്പിൾ, ഐ വാസ് എബൌട്ട് ടു ഗോ ഔട്ട് വെൻ യു കോൾഡ് മീ. ഈ സെൻറ്റൻസിൽ എബൌട്ട് എന്നുള്ള പ്രിപ്പോസിഷൻ്റെ ഓബ്ജക്റ്റാണ് ടു ഗോ എന്നുള്ള ടു ഇൻഫിനിറ്റീവ് ഫോം. അതർ യൂസസ്, ടു ഇൻഫിനിറ്റീവുകളുടെ മറ്റു ചില ഉപയോഗങ്ങൾ പരിശോധിക്കാം. ആസ് എൻ ആഡ്വേർബ് ക്വാളിഫൈങ് എ വേർബ്, ഒരു വേർബിനെ വിശേഷിപ്പിക്കുന്ന ആഡ്വേർബിനെ പോലെ ടു ഇൻഫിനിറ്റീവിന് പ്രവർത്തിക്കാൻ സാധിക്കും. എക്സാമ്പിൾ, ഐ കെയിം ടു സീ യു. ഈ സെൻറ്റൻസിൽ കെയിം എന്നുള്ള വേർബിൻ്റെ ഒരു ആഡ്വേർബിനെ പോലെയാണ് ടു സീ യു എന്നുള്ള ടു ഇൻഫിനിറ്റീവ് ഫ്രേസ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇതൊരു ആഡ്വേർബ് ഓഫ് പേർപ്പസ് ആണ്, പേർപ്പസ് കാണിക്കുന്ന ഒരു ആഡ്വേർബ്. വിശദീകരണത്തിന് ഈ സെൻറ്റൻസിലേക്ക് ഒരു ചോദ്യം ചോദിക്കാം. വൈ ഡിഡ് യു കം? എന്തുകൊണ്ട് താങ്കൾ വന്നു? അതിൻ്റെ ആൻസറാണ് ഐ കെയിം ടു സീ യു. നിങ്ങളെ കാണുന്നതിന് വേണ്ടി. ആ പേർപ്പസ് കാണിക്കുന്ന ഒരു ഫ്രേസ്, അതൊരു ആഡ്വേർബ് ഫ്രേസാണ്. അതിൽ ടു സീ എന്നുള്ള ടു ഇൻഫിനിറ്റീവ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെൻറ്റൻസിൽ ടു സീ യു എന്നുള്ള ടു ഇൻഫിനിറ്റീവ് ഫ്രേസ് ഒരു ആഡ്വേർബ് ഓഫ് പേർപ്പസ് പോലെ പ്രവർത്തിക്കുന്നു. മറ്റൊരു ഉപയോഗം, ആസ് എൻ ആഡ്വേർബ് ക്വാളിഫൈങ് ആൻ ആഡ്ജക്റ്റീവ്, ഒരു ആഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുന്ന ഒരു ആഡ്വേർബിനെ പോലെയും പ്രവർത്തിക്കാൻ സാധിക്കും. എക്സാമ്പിൾ, വി വർ ഈഗർ ടു മീറ്റ് യു. ഈ സെൻറ്റൻസിൽ വി വർ ഈഗർ, ഈഗർ എന്നുള്ളത് ഒരു ആഡ്ജക്റ്റീവാണ്. ആ ആഡ്ജക്റ്റീവിനെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ്. എന്തിന് ഈഗർ? ടു മീറ്റ് യു, നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് ഞങ്ങൾ ഈഗർ, ആകാംക്ഷ ഉള്ളവരായിരുന്നു. അപ്പോൾ ഈഗർ എന്നുള്ള ആഡ്ജക്റ്റീവിനെ വീണ്ടും വിശേഷിപ്പിക്കുന്ന ഒരു ടു ഇൻഫിനിറ്റീവ് ഫ്രേസാണത്. അതൊരു ആഡ്വേർബ് ഫ്രേസാണ്. ഇനി ആസ് എൻ ആഡ്ജക്റ്റീവ് ക്വാളിഫൈങ് എ നൗൺ, ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന ആഡ്ജക്റ്റീവിനെ പോലെയും ടു ഇൻഫിനിറ്റീവിന് പ്രവർത്തിക്കാൻ സാധിക്കും. എക്സാമ്പിൾ, ദിസ് ഈസ് ദ ടൈം ടു സ്റ്റഡി എന്നുള്ള സെൻറ്റൻസിൽ ദിസ് ഈസ് ദ ടൈം എന്നുള്ളിടത്ത് ടൈം എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്നു. ടു സ്റ്റഡി എന്നുള്ള ടു ഇൻഫിനിറ്റീവ്. ഇതാണ് സമയം. ഏത് സമയം? ഏത് തരത്തിലുള്ള സമയം? പഠിക്കാനുള്ള സമയം എന്നർത്ഥത്തിൽ ടു ഇൻഫിനിറ്റീവ് ടൈം എന്നുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്നു. യൂസസ് ഓഫ് ദ ബെയർ ഇൻഫിനിറ്റീവ്. ബെയർ ഇൻഫിനിറ്റീവുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഉപയോഗങ്ങൾ ശ്രദ്ധിക്കാം. എ, ആഫ്റ്റർ മോഡൽ ഓക്സിലറീസ്. മോഡൽ ഓക്സിലറികളോടൊപ്പം ബെയർ ഇൻഫിനിറ്റീവ് വേർബുകളാണ് ചേർക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. എക്സാമ്പിൾ, ഹി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ള ഈ സെൻറ്റൻസിൽ ക്യാൻ എന്നുള്ള ഓക്സിലറി കഴിഞ്ഞ് സ്പീക്ക് എന്നുള്ള ബേസ് ഫോം അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് ആണ് ചേർത്തിരിക്കുന്നത്. ഇതുപോലുള്ള എല്ലാ മോഡൽ ഓക്സിലറികൾക്കൊപ്പവും ബേസ് വേർബ് ഫോം അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് മാത്രമേ ചേർക്കാവൂ എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം ലെറ്റ്, മെയ്ക്ക്, ഹെൽപ്പ് എന്നീ വേർബുകൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ഒരു ഒബ്ജക്റ്റ്, അതും കഴിഞ്ഞ് ഒരു ബെയർ ഇൻഫിനിറ്റീവ്. ഈ സ്ട്രക്ചർ പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമ്പിൾ, ദ പ്രിൻസിപ്പൽ മെയ്ഡ് മാർത്ത ക്രൈ എന്നുള്ള സെൻറ്റൻസിൽ ദ പ്രിൻസിപ്പൽ എന്നുള്ള സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് മെയ്ഡ് എന്നുള്ള മെയിൻ വേർബ്, മെയ്ക്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോം, അത് കഴിഞ്ഞ് മാർത്ത എന്നുള്ള ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞാണ് നാം ബെയർ ഇൻഫിനിറ്റീവ് ചേർത്തിരിക്കുന്നത്. ഇത്തരം ഒരു സ്ട്രക്ചറിൽ ക്രൈ എന്നുള്ളത്
ഒരു ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ആ സ്ഥാനത്ത് മറ്റൊരു വേർബ് ഫോമും ചേർക്കരുത്. മാത്ത എന്നുള്ളത് ഒരു തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് തെറ്റിദ്ധരിച്ച് ക്രൈസ് എന്നുള്ള എസ് ഫോം ചേർക്കരുത്. ടു ക്രൈ ചേർക്കരുത്. ക്രൈങ് എന്നുള്ള ജെറണ്ട് ഫോമോ പാസ്റ്റ് ഫോം ക്രൈഡ് എന്നോ ഒന്നും ചേർക്കാൻ സാധ്യമല്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരമൊരു സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദ പ്രിൻസിപ്പൽ മെയ്ഡ് എന്നുള്ളതിനെ ദ പ്രിൻസിപ്പൽ ഹാഡ് മെയ്ഡ് എന്നാക്കി മാറ്റും. അത് കഴിഞ്ഞ് മാത്ത എന്നുള്ള ഒബ്ജക്റ്റ് കഴിഞ്ഞ് ക്രൈ എന്നുള്ളതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റരുത്. ക്രൈ എന്നുള്ളത് ഒരു ബെയർ ഇൻഫിനിറ്റീവ് ആണ്. സബ്ജക്റ്റിൻ്റെ നമ്പർ, പേഴ്സൺ, ടെൻസ് മാറ്റങ്ങൾ ഇവയൊന്നും ഇൻഫിനിറ്റീവുകൾക്ക് ബാധകം അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു എക്സാമ്പിൾ, പ്ലീസ് ഹെൽപ്പ് ഹിം ലിഫ്റ്റ് ദ ബോക്സ് എന്നുള്ള സെൻറ്റൻസിൽ ഹെൽപ്പ് എന്നുള്ള വേർബ് കഴിഞ്ഞ് ഹിം എന്നുള്ള ഓബ്ജക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ലിഫ്റ്റ് എന്നുള്ള ബെയർ ഇൻഫിനിറ്റീവ് ആണ് ചേർത്തിരിക്കുന്നത്. മോഡേൺ ഇംഗ്ലീഷ് യൂസേജിൽ ഹെൽപ്പ് എന്നുള്ള വേർബിൻ്റെ ഇത്തരം ഒരു കൺസ്ട്രക്ഷനിൽ ബെയർ ഇൻഫിനിറ്റീവുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അത് തന്നെ ശീലിക്കുക. എന്നാൽ അപൂർവമായി ടു ഇൻഫിനിറ്റീവ് ചേർക്കാറുണ്ട്. അത് തെറ്റല്ല. ഇനി മറ്റൊരു ഉപയോഗം, ആഫ്റ്റർ വേർബ്സ് ഓഫ് പെർസെപ്ഷൻ പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് മറ്റൊരു കൺസ്ട്രക്ഷനാണ്. ഇവിടെ വേർബ്സ് ഓഫ് പെർസെപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സീ, വാച്ച്, നോട്ടീസ്, ഒബ്സർവ്, ഫീൽ, ഹിയർ എറ്റ്സെട്ര തുടങ്ങിയ വേർബുകളാണ്. ഇത്തരം വേർബുകൾ കഴിഞ്ഞ് ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ നാം ബെയർ ഇൻഫിനിറ്റീവ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ പരിശോധിക്കാം. ഐ ഹേർഡ് ഹെർ സിംഗ് എ സോങ് എന്നുള്ള സെൻറ്റൻസിൽ ഐ എന്നുള്ള സബ്ജക്റ്റ്, ഹേർ എന്നുള്ള വേർബ് ഓഫ് പെർസെപ്ഷൻ അതൊരു പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹെർ എന്നുള്ള ഓബ്ജക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാണ് സിംഗ് എന്നുള്ള ബേസ് ഫോം അതല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് ചേർത്തിരിക്കുന്നത്. ഈ സ്ഥാനത്ത് നമുക്ക് എസ് ഫോമോ അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവോ പാസ്റ്റ് ഫോമോ ഇതൊന്നും ഉപയോഗിക്കാൻ സാധ്യമല്ല. സബ്ജക്റ്റ് മാറിയാലും ടെൻസ് മാറിയാലും സിംഗ് എന്നുള്ള രൂപം അതുപോലെ നിലനിർത്തണം. കാരണം അതൊരു ബെയർ ഇൻഫിനിറ്റീവ് ആണ്. എന്നാൽ ഓൾസോ അൻ ഐ എൻ ജി ഫോം വിത്ത് എ മീനിങ് ഡിഫറൻസ്. ഈ ബെയർ ഇൻഫിനിറ്റീവിൻ്റെ സ്ഥാനത്ത് ഒരു ഐ എൻ ജി ഫോം ചേർക്കാൻ സാധിക്കും ഇത്തരം വേർബുകളോടൊപ്പം. എന്നാൽ അർത്ഥ വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്ക് ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ഐ ഹേർഡ് ഹെർ സിംഗിങ് എ സോങ് എന്നുള്ള സെൻറ്റൻസ് പരിശോധിക്കുക. സിംഗ് എന്നതിന് പകരം സിംഗിങ് എന്നുള്ള ജെറണ്ട് ഫോം ചേർത്തു. ഇവ തമ്മിലുള്ള അർത്ഥ വ്യത്യാസം ഇതാണ്. സിംഗ് എന്നുള്ള ബെയർ ഇൻഫിനിറ്റീവ് ചേർത്താൽ ഫ്രം ബിഗിനിങ് ടു എൻഡ് ആ ഗാനാലാപനം തുടക്കം മുതൽ ഒടുക്കം വരെ കംപ്ലീറ്റ് കേട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ സിംഗിങ് എന്ന് പറയുമ്പോൾ ദ സിംഗിങ് വാസ് ഇൻ പ്രോഗ്രസ്, ആ ഗാനാലാപനം ഇദ്ദേഹം കേൾക്കുമ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം പകുതിയൊക്കെ ആയപ്പോഴായിരിക്കും കേട്ടിരിക്കുക. എന്തായാലും പൂർണ്ണമായിട്ടും കേട്ടിട്ടില്ല എന്നാണ് അർത്ഥം. മറ്റൊരു എക്സാമ്പിൾ പരിശോധിക്കാം. ഐ സോ എ മാൻ ക്രോസ് ദ റോഡ്. ഇവിടെ ക്രോസ് എന്നുള്ള ബെയർ ഇൻഫിനിറ്റീവ് ആണ് ചേർത്തിരിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ, ഐ സോ എ മാൻ ക്രോസിംഗ് ദ റോഡ്. ബെയർ ഇൻഫിനിറ്റീവിന് പകരം ക്രോസിംഗ് എന്നുള്ള ഐ എൻ ജി ഫോം ചേർത്തു. അർത്ഥ വ്യത്യാസം ഇതാണ്. സോ ദ കംപ്ലീറ്റ് ആക്ഷൻ, റോഡ് ക്രോസ് ചെയ്യുന്ന ആ കംപ്ലീറ്റ് ആക്ഷനും കണ്ടു എന്നാണ് ബെയർ ഇൻഫിനിറ്റീവ് ചേർത്താൽ അതിനർത്ഥം. എന്നാൽ ക്രോസിംഗ് എന്ന് ചേർത്താൽ സോ പാർട്ട് ഓഫ് ദി ആക്ഷൻ, ക്രോസ് ചെയ്യുക, റോഡ് മുറിച്ച് കിടക്കുക എന്നുള്ള ആ പ്രവൃത്തിയുടെ അല്പം ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി ബെയർ ഇൻഫിനിറ്റീവുകൾ ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് കൺസ്ട്രക്ഷൻ, ഹാഡ് ബെറ്റർ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ്. എക്സാമ്പിൾ, യു ഹാഡ് ബെറ്റർ സ്റ്റേ ഹോം എന്നുള്ളിടത്ത് ഹാഡ് ബെറ്റർ കഴിഞ്ഞ് സ്റ്റേ എന്നുള്ള ബെയർ ഇൻഫിനിറ്റീവ് സബ്ജക്റ്റ് മാറിയാലും മറ്റൊരു ഘട്ടത്തിലും സ്റ്റേ എന്നുള്ള ബെയർ ഇൻഫിനിറ്റീവ് ഫോമിന് മാറ്റം സംഭവിക്കില്ല. മറ്റൊന്ന് വുഡ് റാദർ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ്. ഐ വുഡ് റാദർ റീഡ് ബുക്സ് ദാൻ വാച്ച് ടി വി. ഇവിടെ വുഡ് റാദർ കഴിഞ്ഞ് റീഡ് എന്നുള്ള ആ വേർബ് അതൊരു ബെയർ ഇൻഫിനിറ്റീവ് ആണ്. അതിന് മാറ്റം സംഭവിക്കില്ല. നെക്സ്റ്റ്, gerund, also known as verbal noun. A gerund is the ing form of a verb that acts as a noun and as a verb. ഒരു വേർബിനെ പോലെയും ഒരു നൗണിനെ പോലെയും രണ്ട് ക്വാളിറ്റിയും നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ing വേർബ് ഫോമുകൾക്കാണ് gerund അല്ലെങ്കിൽ verbal noun എന്ന് പറയുന്നത്. യൂസസ്, ഇവയുടെ പ്രധാന ഉപയോഗങ്ങൾ.
സബ്ജക്റ്റ് ഓഫ് എ വേർബ്. ഒരു നൗണിനെ പോലെ ഒരു വേർബിന്റെ സബ്ജക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. എക്സാമ്പിൾ, സ്മോക്കിംഗ് ഈസ് എ ബാഡ് ഹാബിറ്റ്. ഈ സെന്റൻസിൽ ഈസ് എന്നുള്ള വേർബിന്റെ സബ്ജക്റ്റ് ആണ് സ്മോക്കിംഗ് എന്നുള്ള ING വേർബ് ഫോം. മറ്റൊന്ന് ഒബ്ജക്റ്റ് ഓഫ് എ വേർബ്. ഒരു വേർബിന്റെ ഒബ്ജക്റ്റിനെ പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഐ ഹേറ്റ് സ്മോക്കിംഗ് എന്നുള്ള സെന്റൻസിൽ ഹേറ്റ് എന്നുള്ള വേർബിന്റെ ഒബ്ജക്റ്റ് ആണ് സ്മോക്കിംഗ് എന്നുള്ള ING വേർബ് ഫോം. ദെൻ ഒബ്ജക്റ്റ് ഓഫ് എ പ്രിപ്പോസിഷൻ. ഒരു പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആയിട്ടും പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഐ ആം ഫോണ്ട് ഓഫ് പ്ലേയിങ് ചെസ് എന്നുള്ള സെന്റൻസിൽ ഓഫ് എന്നുള്ള പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആണ് പ്ലേയിങ് ചെസ് എന്നുള്ള ജെറൻഡ് ഫ്രേസ്. ദെൻ കോംപ്ലിമെന്റ് ഓഫ് എ വേർബ്. ഒരു ഇൻട്രാൻസിറ്റീവ് വേർബ് അല്ലെങ്കിൽ ഒരു ലിങ്കിങ് വേർബിന്റെ കോംപ്ലിമെന്റ് ആയിട്ടും പ്രവർത്തിക്കാൻ ജെറൻഡുകൾക്ക് സാധിക്കും. എക്സാമ്പിൾ, ഹിസ് ഹോബി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഇവിടെ പ്ലേയിങ് ക്രിക്കറ്റ് എന്നുള്ള ജെറൻഡ് ഫ്രേസ് ഈസ് എന്നുള്ള ലിങ്കിങ് വേർബിന്റെ ഒരു കോംപ്ലിമെന്റ് ആണ്. ക്വാളിറ്റീസ് ഓഫ് ബോത്ത് വേർബ്സ് ആൻഡ് നൗൺസ്. ജെറൻഡുകൾക്ക് വേർബിന്റെയും നൗണിന്റെയും ക്വാളിറ്റികൾ ഉണ്ടായിരിക്കും. നൗൺ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് നാം വിശദീകരിച്ച എക്സാമ്പിൾ എല്ലാം. എന്താണ് ഒരു വേർബിന്റെ ക്വാളിറ്റി? ഇറ്റ് ക്യാൻ ടേക്ക് ഇറ്റ്സ് ഓൺ ഒബ്ജക്റ്റ് ലൈക്ക് എ വേർബ് ഡാസ്. ഒരു വേർബിനെ പോലെ അതിന് സ്വന്തമായിട്ട് ഒബ്ജക്റ്റ് സ്വീകരിക്കാനും സാധിക്കും. എക്സാമ്പിൾ, പ്ലേയിങ് ചെസ് എന്നുള്ളിടത്ത് പ്ലേയിങ് എന്നുള്ളത് ജെറൻഡാണ്, ചെസ് എന്നുള്ളത് അതിൻ്റെ ഒബ്ജക്റ്റ് ആണ്. പ്ലേയിങ് ക്രിക്കറ്റ് എന്നുള്ളിടത്ത് പ്ലേയിങ് ജെറൻഡാണ്, ക്രിക്കറ്റ് അതിൻ്റെ സ്വന്തം ഒബ്ജക്റ്റ് ആണ്. Gerund or to infinitive. Both the gerund and to infinitive have the same usage, so they can be interchangeable in many occasions. ജെറൻഡും ടു ഇൻഫിനിറ്റീവും ഒരേ ഉപയോഗമുള്ള ഒരേ അർത്ഥമുള്ള രണ്ട് വേർബ് ഫോമുകളാണ്. അതുകൊണ്ട് തന്നെ മിക്ക സമയത്തും അവ ഇന്റർചേഞ്ചബിൾ ആണ്, ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാവുന്നതാണ്. ടു ഫൈൻഡ് ഫോൾട്ട് ഈസ് ഈസി എന്നുള്ള ടു ഇൻഫിനിറ്റീവ് ചേർത്ത സെന്റൻസിന് തുല്യമാണ് ഫൈൻഡിങ് ഫോൾട്ട് ഈസ് ഈസി എന്നുള്ള ജെറൻഡ് ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ്. Begin, start, continue, cease, indent, love, etc. can be followed by either an ING form or a to infinitive form without a meaning difference. ഈ പറഞ്ഞിരിക്കുന്ന വേർബുകൾക്ക് ശേഷം ടു ഇൻഫിനിറ്റീവോ ING ഫോമോ അർത്ഥവ്യത്യാസമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന വേർബുകളാണ്. Some verbs that are usually followed by ING forms are, എന്നാൽ താഴെ തന്നിരിക്കുന്ന admit, dislike, give up, postpone എന്നീ വേർബുകൾക്കൊപ്പം മിക്കപ്പോഴും ING വേർബ് ഫോമുകൾ മാത്രമാണ് ഉപയോഗിക്കാറ്. ഇനി മറ്റു ചില വേർബുകളുണ്ട്, അവയോടൊപ്പം ടു ഇൻഫിനിറ്റീവും ING വേർബ് ഫോമുകളും ഉപയോഗിക്കാം, പക്ഷെ അർത്ഥവ്യത്യാസം ഉണ്ടായിരിക്കും. അത്തരം സന്ദർഭങ്ങളെക്കുറിച്ച്, അത്തരം വേർബുകളെക്കുറിച്ച് നാം മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. ഈ വീഡിയോയിൽ നാം വിശദീകരിച്ച കാര്യങ്ങൾ നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ ഉപകാരപ്പെടും എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂവീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.